to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് റെസിപ്പിയാണ്. അതായത് ഒരു മൾട്ടി പർപ്പസ് പൊടിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് ആ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. എന്താണ് ഡിഷ് എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഈ ഒരു പൊടിയുടെ കാര്യം ആദ്യം ഞാൻ പറയാം. ഇതൊരു മൾട്ടി പർപ്പസ് പൊടിയാണ് ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്നുള്ളതൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് ഇതേപോലെ ഉപ്പേരികൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഈ ഒരു പൊടി അറിയാമല്ലോ, കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് പാർട്ട്, ആ ഒരു പൊടി വെച്ചിട്ട് ഞാനൊരു കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഏത് വെജിറ്റബിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഞാനിപ്പോൾ കോവയ്ക്ക എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു കോവയ്ക്ക ഉപ്പേരിയാണ് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ചെയ്തത്. അപ്പം എങ്ങനെയാണ് കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആ ഒരു മൾട്ടി പർപ്പസ് പൊടി ഉണ്ടാക്കാം. ഉപ്പേരികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനൊരു കുഞ്ഞു പാത്രം വയ്ക്കുകയാണ്. നമ്മൾ കടുക് വറുക്കുന്ന പാനല്ലേ, അത് വയ്ക്കുകയാണ് കേട്ടോ. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ്. മല്ലി ഞാനിവിടെ ഏകദേശം മുഴുവനായിട്ടുള്ള മല്ലിയില്ലേ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അളവ് പറയാം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. എല്ലാം അവരൊരു 1-2 മിനിറ്റ് അത്രേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനം ഇത് മാറ്റിയിട്ട് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. ഓക്കെ, ചെറുതായിട്ട് മല്ലി പൊട്ടുന്ന മണം വരുന്നുണ്ട്. ചൂടാവാൻ തുടങ്ങി. കരിഞ്ഞു പോണ്ട. എല്ലാവിടേക്കും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, എല്ലാവിടെയും ഒന്ന് റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതാ കളർ മാറാൻ തുടങ്ങി കേട്ടോ, കരിയാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് വേഗം തന്നെ മാറ്റുകയാണ്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇതേമാതിരി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. മല്ലിയുടെ നല്ല മണം വരാൻ തുടങ്ങി കേട്ടോ എനിക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ 1-2 മിനിറ്റ്. ഓക്കെ, ഇതും കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതും കണ്ടോ കളർ മാറാൻ തുടങ്ങി. അപ്പം ഇതും ഞാനിനി വാങ്ങുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ്. നിലക്കടല ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതും ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 വറ്റൽമുളക് എടുക്കാം, വേണമെങ്കിൽ 5 എടുക്കാം, എരിവിനനുസരിച്ചിട്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. അടുത്തത് എള്ളാണ്. വൈറ്റ് കളറുള്ള എള്ള ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടും. 1-2 മിനിറ്റ് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസിന് ചുറ്റും തെറിക്കും. കണ്ടോ, പാനിലിട്ടപ്പോൾ തന്നെ എല്ലാവരെയും തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ച ശേഷം തന്നെ എൻ്റെ അടുക്കളയിൽ മുഴുവൻ തെറിച്ചിട്ടുണ്ട്. ഞാനിത് മാറ്റുകയാണ്. ഓക്കെ, മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച എള്ള, വറ്റൽമുളകും നിലക്കടലയും ഇട്ട് കൊടുക്കുകയാണ്. മല്ലി ചൂടാക്കി വെച്ചത് കുറച്ച് പാത്രത്തിൽ ഒട്ടിയിരിക്കുന്നു, അത് മാറ്റുക.
പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്, അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എന്താ പറയുക, നല്ല ഫൈൻ പൗഡറാണ്, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഉറവട തരിയിലൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിയല്ല, ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, 5-6 പ്രാവശ്യം ഞാനൊന്ന് പൾസിലിട്ട് എടുത്തപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി, കാരണം ഒരുപാട് ഫൈൻ പൗഡർ ആക്കുന്നില്ല. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം, സെർവ് ചെയ്യാം. പിന്നെ എന്താ, എന്നിട്ട് ഈ ഒരു പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നു, പോട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് കോവയ്ക്ക് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഏത് വെജിറ്റബിൾ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ പാൻ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ വരണ മാതിരി ഉഴുന്ന പരിപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി കുറച്ച് കറിവേപ്പില, ഒരു 2 നുള്ള കായത്തിൻ്റെ പൊടി. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, അപ്പോൾ തന്നെ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും ഒക്കെ കളർ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗണറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ വറ്റൽമുളകും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇതൊരു 1/2 കിലോ കോവയ്ക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ 1നെ 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എണ്ണ വളരെ കുറച്ച് മതി. എണ്ണ ഒഴിച്ചില്ലെങ്കിലും വിരോധമൊന്നുമില്ല, ജസ്റ്റ് ആ കടുക് വറുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എണ്ണ ഒഴിച്ചത് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഒരു 6-7 മിനിറ്റ് ഇത് കുക്കാവാൻ വെക്കുകയാണ്, വേവാൻ വെക്കുകയാണ്. 6-7 മിനിറ്റ് മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ അടച്ച് വെക്കാൻ പോവുകയാണ്. അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആവട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ഭാഗവും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ടും. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആൻഡ് ഫൈനലി സം ഉപ്പ്. മറ്റെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിന് ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ടേസ്റ്റിനനുസരിച്ച് കുട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പൊടി നമ്മൾ പൊടിച്ച പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം ഒന്ന് ടോസ് ചെയ്ത് എടുക്കാം. ഞാൻ 1 സ്പൂൺ കൂടെ പൊടി ഇട്ട് കൊടുക്കണം, 1/4 സ്പൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു സെപ്പറേറ്റ് ഫ്ലേവർ തരും. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം താഴെ പോയി അതെടുത്ത് വീണ്ടും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇതൊന്ന് ഓഫ് ചെയ്ത ശേഷം അടിയത്തേക്കൊന്ന് ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രൈ ആയ ഭാഗമൊക്കെ അങ്ങനെ വന്നോളും. ഞാൻ ഇത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ട് എന്നുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.